തൃശൂർ മുതൽ കാസർഗോഡ് വരെ മറ്റന്നാൾ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണം ഇന്ന് സമാപിക്കുകയാണ്. ഇന്ന് 6 മണി വരെയാണ് പരസ്യപ്രചാരണത്തിനുള്ള സമയം. ഇപ്പോൾ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ പരസ്യപ്രചാരണം കൊട്ടിക്കലാശം നടക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്നും ശ്യാം ചേരുന്നുണ്ട്. ശ്യാം, വലിയ ആവേശം കോഴിക്കോട് നമുക്ക് കാണാൻ കഴിയും. വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതികൾ ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ചുകൊണ്ടാണ് NDA BJP അവിടെ ജനങ്ങളെ അഭിമുഖീകരിച്ചത്. വലിയ വികസന പ്രവർത്തനങ്ങൾ, കോഴിക്കോട് നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വമ്പൻ വികസന പ്രവർത്തനങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നത്. 109 കോടി രൂപ ചെലവഴിച്ച് 5500-ലധികം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകിയതിനൊപ്പം അമൃത്, സ്വച്ഛ് ഭാരത് പദ്ധതികളിലൂടെ നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളും മാലിന്യ സംസ്കരണവും ഉറപ്പാക്കി. ഇങ്ങനെ എണ്ണമറ്റ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു നൽകിക്കൊണ്ടാണ് NDA ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം കലാശക്കൊട്ടിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വലിയ ആവശ്യത്തോടെ പ്രവർത്തകരുടെ കാണാനുണ്ട്. വോട്ടർമാരുടെ കാണാനുണ്ട്. വലിയ മനസ്സിനെ ജനവിധി അറിയാൻ ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ ആ ആവേശം ഒരു മാസം നീണ്ടുനിന്ന കാണിച്ചിട്ടുള്ള ആ പരസ്യ പ്രചരണത്തിന് വലിയൊരു സമാപനം കുറിക്കുമ്പോഴും അത് വോട്ടർമാരും ഒപ്പം തന്നെ പ്രവർത്തകരും അത്രത്തോളം ആവേശത്തിൽ തന്നെയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കോഴിക്കോട് പാളയം ജംഗ്ഷനിൽ കാണാൻ കഴിയുന്നത്. കുട്ടികളടക്കമുള്ളവർ, കുടുംബാംഗങ്ങളടക്കമുള്ളവരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഓരോ പ്രവർത്തകരും അവരുടെ വീടുകളിൽ നിന്ന് അവരുടെ ഒരു ആഘോഷം അന്ന് നടക്കുന്നതിനെയാണ്. ഈ സ്ഥാനാർത്ഥികളെ എല്ലാം തന്നെ വരവേറ്റുകൊണ്ട് ഇവർ പാളയം ജംഗ്ഷനിൽ ആടിപ്പാടി മുദ്രാവാക്യം വഴികളുമായി ഇപ്പോൾ ആഘോഷ പരിപാടികളും കലാപരിപാടികളും എല്ലാമായിട്ട് നിലനിർത്തിക്കൊണ്ട് ജില്ലയിൽ അടക്കം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നത് വലിയ വികസന മുന്നേറ്റങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, കൂടുതൽ പ്രാവർത്തികമാക്കുക, അതെല്ലാം തന്നെ പറയുകയും അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് തന്നെയാണ് NDA സ്ഥാനാർത്ഥികൾ ഈ പ്രചരണത്തിൽ എല്ലാം തന്നെ ആഗ്രഹം അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ അറിയിക്കുന്നത്. അങ്ങനെ പ്രവർത്തകർ ഒരു ദിനം മാത്രം ഈ ഒരു കലാശക്കൊട്ടിനെ ഇപ്പോഴും ഈ പാളയം ജംഗ്ഷൻ വേദിയാകുമ്പോഴും അങ്ങേയറ്റം കളറാക്കി തന്നെ മാറ്റുകയാണ്. ശ്യാം, തുടരുക. ഇപ്പോൾ അരുൺ ആലത്തൂരിലേക്ക് പോവുകയാണ്. പാലക്കാട് വലിയ ആവേശമാണ് അരുൺ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളെയും വിറപ്പിച്ചതാണ് BJP. എങ്ങനെയാണ് അവിടെ BJPയുടെ കലാശക്കൊട്ടിലെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്? വിവരങ്ങൾ. തീർച്ചയായിട്ടും പാലക്കാട് ശക്തമായ രീതിയിൽ, അതായത് ഇത്തവണ പാലക്കാട്ടിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രം കുറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയുള്ള പ്രചാരണം, കലാശക്കൊട്ട്, അതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വലിയ ആവേശം എന്ന് പറയാം. അത്രയും ആവേശത്തിലാണ് BJP പ്രവർത്തകർ, NDA പ്രവർത്തകർ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പാലക്കാട് വടക്കന്തറക്കാവ് മൈതാനത്ത് നിന്നാണ് NDAയുടെ ഈ ഒരു കലാശക്കൊട്ടിൻ്റെ ഭാഗമായുള്ള പരിപാടി ആരംഭിച്ചത്. അതിപ്പോൾ ഈ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് BJP പ്രവർത്തകരാണ് കുങ്കുമ ഹരിത പതാകയും ഏന്തിക്കൊണ്ട് ഭാരതമാതാവിന് ജയ് വിളിച്ചുകൊണ്ടൊക്കെ അവരെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിലെ ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു മണ്ണാണ് പാലക്കാട്. കാരണം BJP ആദ്യമായി അധികാരത്തിലേറിയ നഗരസഭ, അത് കേരളത്തിൽ ആദ്യമായിട്ട് അധികാരത്തിലേറിയ നഗരസഭ പാലക്കാട്. ആ പാലക്കാട് ഇത്തവണ തുടർച്ചയായ 3ാമതും ഹാട്രിക് വിജയം എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. ആ ഹാട്രിക് വിജയം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് BJP
ക്യാമ്പുകൾ NDA ക്യാമ്പുകൾ ഈ അവസാന മണിക്കൂറിലും ആ പ്രചാരണം കൊഴുപ്പിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും പാലക്കാട് ഇത്തവണ നഗരസഭയിൽ ഹാട്രിക് വിജയം സ്വന്തമാക്കുന്നതിനൊപ്പം തന്നെ അനവധി പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഒക്കെ ഭരണത്തിൽ കയറാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം NDA ക്യാമ്പുകളിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നു. പ്രധാനമായിട്ടും അവർ പറയുന്നത് ഷൊർണൂർ നഗരസഭ, ഒറ്റപ്പാലം നഗരസഭ, അതുപോലെ തന്നെ അകത്തേത്തറ പഞ്ചായത്ത്, പറളി പഞ്ചായത്ത്, മലമ്പുഴ പഞ്ചായത്ത്, എലപ്പള്ളി പഞ്ചായത്ത്, വാണിയംകുളം പഞ്ചായത്ത്, അതുപോലെ തന്നെ അട്ടപ്പാടിയിൽ പുതൂർ, അഗളി പഞ്ചായത്തുകൾ, ഇവിടങ്ങളിലൊക്കെ അധികാരത്തിൽ കയറുന്ന തരത്തിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ അതിന് വേണ്ട തരത്തിലുള്ള എണ്ണയിട്ട യന്ത്രം പോലെ തങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞു. അത് വോട്ടർമാർക്ക് കൃത്യമായിട്ട് തന്നെ വോട്ടർമാരുടെ ഇടയിൽ തങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി തീരുമാനിക്കേണ്ടത് വോട്ടർമാരാണ്. ഏതായാലും ഇത്തവണ പാലക്കാട്ടെ ജനങ്ങൾ NDAക്കൊപ്പം BJPക്കൊപ്പം നിൽക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം തന്നെയാണ് BJP ക്യാമ്പുകളിലുള്ളത്. പ്രത്യേകിച്ചും BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വികസനം പറഞ്ഞുകൊണ്ടാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം കോൺഗ്രസ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ അടിമുടി വിവാദങ്ങളും പ്രശ്നങ്ങളുമായിരുന്നു. പാലക്കാട് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ അവർ ആനയിച്ച് കൊണ്ടുവന്ന് ഇവിടെ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA, ആ MLA പലതരത്തിലുള്ള സ്ത്രീ വിഷയങ്ങളിലും മറ്റും പെട്ട് ഒരു ലൈംഗിക പീഡന പരാതികൾ ഉയർന്ന് അവസാനം പോലീസ് ബലാത്സംഗത്തിൽ കേസെടുക്കുന്ന കാഴ്ച വരെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കോടതി പോലും മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന ഒരു സ്ഥിതിയും രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായി. ഇപ്പോഴും പാലക്കാട്ടെ MLA ഒളിവിൽ തുടരുന്ന സാഹചര്യമാണ്. നമുക്കറിയാം ഇന്നിപ്പോൾ കേരളത്തിൽ വലിയൊരു ശതമാനം ജനങ്ങൾ വിധി എഴുതിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ രാഹുൽ പോളിംഗിൽ ഉണ്ടായിട്ടില്ല. പോളിംഗ് ചെയ്യാൻ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടില്ല. കാരണം ഇപ്പോഴും MLA ഒളിവിൽ തുടരുന്ന ഒരു സ്ഥിതിയാണ് ഒരു വശത്ത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയാണ്. പാലക്കാട് നഗരസഭ തങ്ങൾ ഇതാ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവരുടെ ഒരു നമുക്കൊന്ന് കണ്ണൂരിലേക്ക് പോകണം.